ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. പലരും വിളിച്ചു ചോദിക്കാറുണ്ട്, നമ്മൾ ഫോൺ എടുക്കുന്ന വീഡിയോകളുടെ സൈസ് കൂടിക്കഴിഞ്ഞാൽ ആ സൈസ് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് വിളിച്ചു ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഹൈ റെസൊല്യൂഷനൊക്കെ എടുക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അതിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത്തരം വീഡിയോകളുടെ സൈസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് വീഡിയോ പാണ്ട എന്നാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിലെ സെർച്ച് ബോക്സിൽ വീഡിയോ പാണ്ട എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നു വീഡിയോ കംപ്രസർ എന്ന് പറയുന്ന ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. നിങ്ങളതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ എന്നാണ് കാണിക്കുക. ഇപ്പോൾ വീഡിയോ കംപ്രസർ പാണ്ട റീസൈസ് ആൻഡ് കംപ്രസ് വീഡിയോ എന്ന രീതിയിലായിരിക്കും ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. വലിയ സൈസൊന്നും ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ് ഈ വീഡിയോ പാണ്ട എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള വീഡിയോകളിലൊക്കെ ഇവിടെ കാണിച്ചു തരും. ഇതിൽ ഏത് വീഡിയോ ആണ് നമുക്ക് കംപ്രസ് ചെയ്യണമെങ്കിൽ ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വീഡിയോ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഏകദേശം 14 MB സൈസിലുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സൈസ് നമ്മുടെ റെസൊല്യൂഷൻ നമുക്ക് ആവശ്യാനുസരണം കുറയ്ക്കാൻ സാധിക്കും. അവിടെ ഡീഫോൾട്ടായിട്ട് പല സൈസുകൾ തന്നിട്ടുണ്ട്. സ്മോൾ ഫയലുണ്ട്, മീഡിയം ഫയൽ, ലാർജ് ഫയൽ, ഇങ്ങനെ പല ഫയലുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഫിറ്റ് ടു ഇമെയിൽ, കസ്റ്റം റെസൊല്യൂഷൻ, നമുക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷനിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ നമുക്കത് എടുക്കാം. ഇപ്പോൾ സ്മോൾ ഫയൽ എന്ന് പറഞ്ഞാൽ ഫയലിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. ഇത് 14 MB ആണുള്ളത്. അതുപോലെ മീഡിയം ഫയലാകുമ്പോൾ ഒരു ബെറ്റർ ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഞാനത് മീഡിയം ഫയലാക്കി മാറ്റുകയാണ്. ഇനി നേരെ താഴെയുള്ള കംപ്രസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്യുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫയലിൻ്റെ സൈസ് അനുസരിച്ച് കംപ്രസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പാണ്ട ഈസ് യൂസിങ് യുവർ ഫയൽ എന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഫയൽ ഇങ്ങനെ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 40% ആയിട്ടുള്ളൂ. 100% ആയി കഴിഞ്ഞാൽ നമ്മുടെ കംപ്രഷൻ കഴിയും. ഇവിടെ വീഡിയോൻ്റെ ലെങ്ത് അല്ല നമ്മൾ കുറയ്ക്കുന്നത്, വീഡിയോ കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട് ഈ വീഡിയോൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുമോയെന്ന്. ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം വരുന്നതാണ്. ക്വാളിറ്റി കുറച്ച് കുറയുന്നതാണ്. പക്ഷേ നമുക്ക് കുട്ടികൾക്ക് കണ്ടൻറ്റ് ജസ്റ്റ് അയച്ചു കൊടുക്കാൻ അത് ഇഷ്യൂ അല്ല. നമ്മൾ ഫോണിലാണ് കുട്ടികൾക്ക് പലതും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വലിയ സൈസ് ആണെങ്കിൽ അത്രയും ഡാറ്റ നമുക്കും ചിലവാകും, അതുപോലെ റിസീവ് ചെയ്യുന്ന ആൾക്കും ചിലവാകും. ഓക്കെ, നമ്മുടെ കംപ്രസിങ് കഴിയാറായിട്ടുണ്ട്. 73%, 74% ആയി. ഇതിൻ്റെ ലോഗോ കാണാൻ നല്ല രസമാണ്. പാണ്ട നമ്മുടെ ഫയലിനെ തിന്ന് വയറിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 91% ആവുന്നു. പാണ്ട ഈസ് നിയർലി ഡൺ എന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, 100% ആയി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫയൽ കംപ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 14 MB ആയിരുന്നു നമ്മുടെ ഫയൽ. അതിപ്പോൾ ഒരു 8 MB ആയിട്ട് കംപ്രസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് സേവ് ചെയ്യണമെങ്കിൽ താഴെ സേവ് എന്ന ബട്ടൺ ഉണ്ട്. ബാക്ക് പോകണമെങ്കിൽ ബാക്ക് പോകാം. റീപ്ലേസ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റീപ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ ഒറിജിനൽ ഫയൽ റീപ്ലേസ് ആയി പോകും. പിന്നെ ഷെയർ ഓപ്ഷൻ ഉണ്ട്, സേവ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ റീപ്ലേസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. റീപ്ലേസ് ചെയ്താൽ നമ്മുടെ ഒറിജിനൽ ഫയൽ നഷ്ടപ്പെടും നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സേവ് ചെയ്താൽ മതിയായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഏകദേശം 7 MBയോളം സേവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 7 MB അത്രയും ഡാറ്റ നമുക്കും നഷ്ടമല്ല, അതുപോലെ റിസീവ് ചെയ്യുന്ന ആൾക്കും ആ 7 MB കുറച്ച് മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ അത്ര കുറച്ച് ഡാറ്റ ആയിരിക്കും അവരുടെ മൊബൈൽ ഡാറ്റ ആവശ്യമായി വരുള്ളൂ ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കിത് സേവ് ചെയ്യാം. ഇപ്പോൾ സേവ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സേവ് ചെയ്യുമ്പോൾ അവരെവിടെയാണ് സേവ് ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോറേജിൽ വീഡിയോ പാണ്ട എന്ന പേര് ആവുന്നുണ്ട്. നമുക്കതിൻ്റെ ഫോൾഡർ ചേഞ്ച് ചെയ്യാം. ഞാൻ ഫോൾഡർ ചേഞ്ച് ചെയ്യുന്നില്ല, ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഫയൽ കാണണമെങ്കിൽ നമ്മുടെ ഗാലറി പോയി നോക്കിയാൽ മതി. നമ്മുടെ ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറിയിൽ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വീഡിയോസിൽ ആ വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതായിരുന്ന വീഡിയോ. ഓക്കെ,
2.38 ആയിരുന്നു, അതും 2.38 തന്നെയായിരുന്നു ഫയലിൻ്റെ സൈസും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുമ്പോൾ അതിൻ്റെ ഫയലിൻ്റെ സൈസിൽ മാറ്റം വന്ന് നോക്കാം. ഓക്കെ, ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അത്ര വലിയ ചേഞ്ച് ഒന്നും ക്വാളിറ്റിക്ക് തോന്നുന്നില്ല, ചെറിയൊരു ക്വാളിറ്റി വ്യത്യാസമേ തോന്നുള്ളൂ, എങ്കിലും നമുക്കത് സുഖമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് വീഡിയോ പാണ്ടാന്ന ആപ്ലിക്കേഷൻ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് ഇടുക. താങ്ക് യു.